യഥാർത്ഥത്തിൽ ഈ ഖുതുബ് എന്ന് പറയുന്നതും അബ്ദാൽ, ഔതാദ്, നജ്ബ, നുഖബ എന്ന് പറയുന്നതെല്ലാം ഈ സൂഫികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തരം സാങ്കേതിക പ്രയോഗങ്ങളാണ്. ഇത് വിശുദ്ധ ഖുർആനിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലോ അതിൻ്റെ 4 അയലത്ത് പോലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നമ്മൾ കാണാൻ സാധിക്കുകയില്ല. മാത്രവുമല്ല, ഈ പറയപ്പെടുന്ന ഖുതുബുകൾക്കും ഔതാദുകൾക്കും അബ്ദാലുകൾക്കുമൊക്കെ ഈ സൂഫികൾ വകവെച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ അത് പ്രമാണവിരുദ്ധമാണ് എന്ന് മാത്രമല്ല, ഇസ്ലാമിനെ തന്നെ പൊളിച്ചു കളയുന്ന വിശ്വാസ ആചാരങ്ങളാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ഔലിയാക്കന്മാരുണ്ട്, ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട്, മഹത്വമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ സൂഫികൾ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ഔലിയാക്കന്മാരല്ല ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അത് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടാണ്. ഇസ്ലാമിലെ ഔലിയാക്കന്മാർ പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി ഓരോ അനുനിമിഷവും അള്ളാഹുലേക്ക് നന്മകളിലൂടെ അടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിതത്തിൽ ഒരു കറാഹത്തായ കാര്യങ്ങൾ പോലും ചെയ്യുന്നതിൽ ഭയപ്പാടോടുകൂടി നോക്കിക്കാണുന്ന ആൾക്കാരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ. എന്നാൽ ഇവർ പരിചയപ്പെടുത്തി നിസ്കരിക്കാത്ത, നോമ്പോൽക്കാത്ത, സിയമടവരിനെ പോലെ ഇസ്ലാമിൻ്റെ ഷിയാറുകൾ പാലിക്കാത്ത, നോമ്പ് നോറ്റവനെ പോലും നോമ്പ് മുറിപ്പിക്കുന്ന, പുരുഷന്മാർക്ക് സ്വർണം ഹറാമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചപ്പം ആ സ്വർണം ധരിച്ച് നടന്ന നിസ്കരിക്കാത്ത ആളുകളൊക്കെയാണ് ഇവർ ഖുതുബായിട്ടും ഔതാദായിട്ടൊക്കെ പരിചയപ്പെടുത്തുന്നത്.